ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ നമ്മുടെ ഗാർഡൻ കാണിച്ചിട്ട് ഒരുപാട് നാളായില്ലേ. ഇപ്പൊ എപ്പോഴും ഞാൻ കാണിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ മഴയൊക്കെ പിടിച്ച് ഇതെല്ലാം പോയിട്ട് രണ്ടാമതെല്ലാം പതുക്കെ വെച്ച് വരുന്നേ ഉള്ളൂ. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇതാണോ വലിയ ഗാർഡൻ? നമ്മുടെ കുഞ്ഞു ഗാർഡൻ, നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു ഗാർഡനാണ്. അത് നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ പെടലിയിലെ കറുപ്പ് കൊണ്ട് ഭയങ്കര ചിലവർക്ക് വിഷമല്ലേ പെടലിയിലൊക്കെ കറുപ്പ് വരുന്നതൊക്കെ. അപ്പൊ അത് മാറാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പും കൂടെ പറഞ്ഞുതരാം. അപ്പൊ അത് തേക്കുന്നത് മൂലം വളരെ പെട്ടെന്ന് തന്നെ പെടലിയിലെ കറുപ്പ് മാറി കിട്ടും. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോഴേ ഭയങ്കര മഴയാട്ടോ, എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കമൊക്കെയാണ്. നമ്മുടെ കോട്ടയത്താണെങ്കിൽ ഭയങ്കര വെള്ളം. കോട്ടയത്തെന്നല്ല, അങ്ങോട്ട് കിഴക്കൻ റൂട്ടിലോട്ടൊക്കെ നല്ല വെള്ളമാണ്. അപ്പം എനിക്കിപ്പോൾ അവിടുത്തെ കാര്യമല്ലേ അറിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം, റോഡിലൊക്കെ നിറച്ച് വെള്ളം. അവൾ എനിക്ക് രാവിലെ വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൻ്റെ. നമുക്കും ഇവിടെ ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയാട്ടോ. മഴയൊക്കെ പിടിച്ച് ഇങ്ങനെ നമ്മുടെ ചെടിയൊക്കെ ഒരുമാതിരിയൊക്കെ നിൽക്കുവാണ്. ഞാൻ ഈയിടെ എല്ലാം ശരിയാക്കിയത് കേട്ടോ. അപ്പം എല്ലാം എന്താ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ, എല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. മഴയത്താണെങ്കിൽ ഒന്നും അങ്ങോട്ട് ശരിയാകത്തുമില്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാതൊക്കെ നിൽക്കുന്ന കേട്ടോ. രാവിലെ മിറ്റമൊന്നും തൂത്തിട്ടില്ല, കാരണം ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. കുറച്ച് നാൾ കർക്കിടകത്തിൽ മഴ മറന്നു പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നായിരുന്നു. പക്ഷേ എങ്കിലുണ്ടല്ലോ മഴ മറന്നിട്ടേ ഇല്ല കേട്ടോ. നല്ല മഴയാണ്. നമുക്ക് മഴയത്ത് ചെടികളൊക്കെ ഒരുമാതിരി ആയിപ്പോവും വേണ്ട. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാറ് തന്നെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മുടെ ആമ്പലയിലെ മുട്ട കണ്ടോ, ഇഷ്ടംമാതിരി മുട്ട നിൽപ്പുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് മഴയത്ത് കൊടയും പിടിച്ച് നടക്കുക കേട്ടോ. ഇപ്പോൾ കുറേ നാളായില്ലേ നമ്മുടെ ഗാർഡനൊക്കെ കണ്ടിട്ട്. മഴയത്താണ് ഗാർഡൻ കാണിക്കാൻ കണ്ടത്, ദിവസമല്ലേ. ഇതുകൊണ്ട് ഇതിലൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നതാണ്. ഇതെല്ലാം ഈ മഴയാകുമ്പോഴത്തേക്കും എല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കരിയാപ്പ് കണ്ടോ എങ്ങനെ കരിയാപ്പ് പിടിക്കത്തേ ഇല്ല കേട്ടോ. ഇത് ഭാഗ്യത്തിനെങ്ങാണ്ടൊരു കരിയാപ്പ് പിടിച്ചിട്ടുണ്ട്. പിന്നെതാ നമ്മുടെ ഈ ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് സൈഡിലോട്ട്. ഈ മഴ കാരണം ഇതൊന്നും നേരെ അങ്ങോട്ട് നിൽക്കത്തില്ല കേട്ടോ. ഇതിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. മഴയത്തെ മൊട്ട് വന്നാലും നമുക്കങ്ങോട്ട് അങ്ങോട്ട് വിടർന്നു കഴിഞ്ഞാലും 2 ദിവസമൊന്നും അത് നിൽക്കത്തില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോകും. സാരമില്ല. ഇപ്പം മഴ ഇപ്പം ആർക്കെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്ന കാര്യമാണോ അല്ലേ? ഇതൊന്ന് 5 ദിവസം മഴയാണെന്നല്ലേ പറഞ്ഞത്. അപ്പം ആ 5 ദിവസവും പെയ്യും. ഓണത്തിന് മഴയാകാതിരുന്നാൽ മതിയായിരുന്നു. വേണ്ട, ഇതിനെ ഞാനെടുത്ത് ഇവിടെ വെച്ച് കേട്ടോ. മഴയത്തെ ഈ ചെടി മഴയത്ത് ചീഞ്ഞു പോകും, അതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഈ ചെടി ആരും മഴയത്ത് വെക്കരുത്, ഭയങ്കരമായിട്ട് ചീഞ്ഞ് ഫുള്ള് ആ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഇതാ ഇവിടെ വെച്ചിരിക്കുകയാണ്. നിറച്ച് പൂവുണ്ട്, നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണെന്ന് നോക്കിക്കും. ഇന്നും നമുക്ക് ദോശ കേട്ടോ. ദോശയ്ക്ക് മാവിരിക്കുന്നുണ്ട്. ദോശ ശരണം. ഇന്നലെയും 2 ദിവസം കഴിയുമ്പോൾ ഇനി അടുത്തവർ അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചോ ഇന്നും കൂടെ ദോശ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കത്തേക്ക് പയറൊരു മെഴുക്കുവരട്ടി, പിന്നെ നമുക്ക് വെള്ളരിക്ക ഒരു കിച്ചടിയും കൂടെ വയ്ക്കാം. വെള്ളരിക്ക ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേകട്ടെ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കേട്ടോ. നമ്മുടെ പയർ മെഴുക്കുവരട്ടിയും റെഡിയായി.
ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് അയ്യോ ഇച്ചിരി കട്ടൻ ചായ കുടിച്ചില്ലല്ലോ, എന്നാൽ കട്ടൻ ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കട്ടൻ ചായ വെച്ചതേ ഉള്ളൂ. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഈ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം. അപ്പോളേ നമ്മുടെ വെള്ളരിക്കയൊക്കെ വെന്തു. അപ്പം ഞാൻ ഇതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ മാത്രം, വേറെ ഒന്നുമില്ല, തേങ്ങ മാത്രമാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. വേണ്ട, പച്ച തേങ്ങ മാത്രം, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളരിക്ക നന്നായിട്ട് വെന്തു. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വെള്ള കളറിൽ കിട്ടും കേട്ടോ. ഇതില്ലേ തേങ്ങ നമ്മൾ തിരുമ്പുമ്പം ആ ചിരട്ട തിരുമ്മി വരുമ്പോഴത്തേക്കും ഒരു ചിരട്ട ശരിക്കും അങ്ങ് തിരുമ്പുമ്പോഴത്തേക്കും ചിരട്ടയ്ക്കൊരു ബ്രൗൺ കളറും കൂടി ഇതിനകത്ത് ഈ തേങ്ങയിൽ വന്നുകൊണ്ടാണ് കേട്ടോ ഇതിനൊരു ചെറിയ ഇത്. പക്ഷെ നല്ല വെള്ള കളർ. ഞാൻ എപ്പോഴും തിരുമ്പുമ്പം ആ വെള്ള തേങ്ങ മാത്രമേ എടുക്കത്തുള്ളൂ. ഇതിപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ വന്നുകൊണ്ട് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം വെള്ളം മാത്രം, ആ ചിരട്ടയുടെ ഇത് വരാതെ തിരുമ്മി എടുക്കണം. കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. അപ്പം എന്താ, കടുകും താളിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ നല്ല സ്വാദിഷ്ടമായ വെള്ളരിക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് വെക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നമുക്ക് ഇത് അടച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ പൊങ്ങിനെ തന്നെ നമുക്ക് വെക്കാം കേട്ടോ. എടുക്കാൻ നേരം നമുക്ക് ഇളക്കിയെടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ പെടലിയിലെ കറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാറുണ്ട്. ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകാറുണ്ട്. പിന്നെ ഭയങ്കര വണ്ണം ഉള്ളവർക്കിടയും കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കാം. എന്നാൽ അജിത ചേച്ചിയുടെ കഴുത്ത് എന്താ കറുക്കാത്തെന്ന് നിങ്ങൾ ചോദിക്കില്ലേ. അജിത ചേച്ചിക്ക് അമിതമായ വണ്ണമുള്ളവർ കേട്ടോ. അപ്പൊ ഇവിടെ മുഴുവൻ ഇങ്ങനെ കറുത്തിരിക്കുന്ന കാണാം. പക്ഷെ നമ്മളത് കാണുമ്പോൾ വിചാരിക്കും ഇവർക്ക് ഈ പെടലി ഒന്ന് തേച്ച് കഴിക്കൂടെ, ഇതെന്തൊരു അഴുക്കാന്ന് വിചാരിക്കും. പക്ഷെ അത് അഴുക്കല്ല, അത് അവരുടെ ആ പെടലിയുടെ കളറാണ്. ഇപ്പം വണ്ണം ഇങ്ങനെ വെക്കുന്ന മൂലം കഴുത്തൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിരിക്കത്തില്ലേ. കഴുത്ത് ഇങ്ങനെ ഇടുങ്ങിയിരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഈ കറുപ്പ് ഭയങ്കരമായിട്ട് വരും. അപ്പം ഇങ്ങനെ ഇടുങ്ങിയിരിക്കുമ്പോഴത്തേക്കും ചിലവരുടെ കഴുത്ത് നിങ്ങൾ കണ്ടില്ല, ഭയങ്കര കറുപ്പാണ്. എന്തൊക്കെ തേച്ചാലും പോകുന്നില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്പാണ് ഇത്. തേച്ചിട്ടുണ്ടല്ലോ ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. ചെറിയ കറുപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ മാറി കിട്ടും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 വെച്ച് ചെയ്താൽ മതി. ആഴ്ചയിൽ 1 വെച്ചിട്ട് ചെയ്യുക. 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിക്കും കറുപ്പ് നന്നായിട്ട് മാറി കിട്ടും. ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ഭയങ്കര കറുപ്പാണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുക. അതിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെടലി നന്നായിട്ട് വൃത്തിയായിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ആക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കഴുകുക. മനസ്സിലായല്ലോ? നല്ല ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് വേണം ഈ പറയുന്ന ടിപ്പ് ചെയ്യാനായിട്ട്. ചെറിയൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ്. ഇപ്പൊ ഇതിനായിട്ട് എടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂൺ പഞ്ചസാര ഭയങ്കര തരിയുള്ളതാണെങ്കിലും പെടലി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഫേസിലാണെങ്കിൽ ചെയ്യാനാണെങ്കിൽ തരി പഞ്ചസാര ഒന്നും എടുക്കരുത്. അപ്പൊ പെടലി ആകുമ്പോഴത്തേക്കും വലിയ പ്രശ്നമൊന്നുമില്ല. തരി പഞ്ചസാര എടുത്താലും പഞ്ചസാര എടുക്കുക. കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക. പഞ്ചസാര, കാപ്പിപ്പൊടി. ഇനി അതിനകത്തേക്ക് 1 മുറി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ വൃത്തിയാക്കിയ പെടലിയിലേക്ക് നമ്മൾ ഈ മിശ്രിതം അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അതവിടെ ഇരുന്നോട്ടെ. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്
10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ നേരം സ്ക്രബ് ചെയ്യുന്നില്ല, അപ്പം 5 മിനിറ്റ് മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് കഴുകി കളയുക. കഴുകി കളയുമ്പോൾ തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് ഈ പെടലിയിലെ കറുപ്പിന്റെ വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ കറുപ്പ് നന്നായി ഒന്ന് ഫെയ്ഡായിട്ട് ഇരിക്കുന്നതായിട്ട് കാണും. ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മുടെ കഴുത്തിൽ ഈ കറുപ്പ് ഫെയ്ഡാകും. അപ്പം ആഴ്ചയിൽ പിന്നെ 1 പ്രാവശ്യം 2 പ്രാവശ്യം, ഒരുപാട് കറുപ്പുള്ളവർ 2 പ്രാവശ്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കറുത്തിരുന്ന പെടലി എങ്ങനെ അതിന്റെ വെളുത്തേന് നമുക്ക് തോന്നിപ്പോവും. അതുപോലത്തെ ഒരു എഫക്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക. പുതുതായി ചാനൽ കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.